ഒരു പുതിയ കിർലോസ്കർ പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചു തരാം. ഇതിന് നമ്മളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമ്മളുടെ ഈ കമ്പനി ഉണ്ടല്ലോ, കിർലോസ്കർ കമ്പനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക ഇതൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മോട്ടർ ഞാൻ പുറത്തേക്ക് എടുക്കാം, ഒന്ന് നോക്കിക്കോ. അപ്പോൾ ഇതിന് നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യാം. കാരണം ഇതിന് പുതിയ മോട്ടറാണ്, ചെളിയൊന്നും ആവില്ല. നമ്മളുടെ ചെളി അങ്ങനെ മോട്ടർമേ ആയാലോ ഉള്ളൂ. കണ്ടോ? അപ്പം ഞാൻ കണ്ടോ നല്ല ഡബിൾ മുണ്ട്, നല്ല കസമുണ്ട് കൊടുത്തിട്ടൊക്കെയാണ്. കണ്ടോ? അപ്പോൾ വാച്ചൊന്നും അയച്ചു വയ്ക്കേണ്ട, നല്ല വൃത്തിയിലും വെടുപ്പിൽ തന്നെ ഇരിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഒരു 3 മീറ്റർ വയറുണ്ട്. പിന്നെ ബാലൻസ് വയർ ഞങ്ങൾ വേറെ മേടിച്ചു, അത് മീറ്ററിന് 65 രൂപ. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ്, കിണറ്റിൽ വെള്ളത്തിലിട്ട് അടിക്കുന്നത്. കേട്ടോ? ഇത് നമ്മളിത് ഈ വയർ വയ്ക്കുക, മഞ്ഞ, പച്ച, നീല, കണ്ടോ, റെഡ്, ഇങ്ങനെ മൂന്ന് കളർ വയറുകളാണ്. അപ്പോൾ നമ്മൾ ഈ ജോയിൻ്റ് ചെയ്ത് എങ്ങനെയാണ്, പച്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി, അത് ആ പച്ചമ്മലിനെ വെച്ച് കേട്ടോ. മറ്റേ മഞ്ഞ കണ്ടോ, SNDPയുടെ കൊടിയുടെ കളറാണ്, അത് അതും തന്നെ വെച്ച് കേട്ടോ. മറ്റേ ചുവപ്പ് കണ്ടോ, അരിവാൾ ചുറ്റുക. അപ്പം അത് ഒരേ കളറ് അതുമ്മ വയ്ക്കുക, അല്ലെങ്കിൽ അടിയും പിടിയും ആവില്ലേ, അതുപോലെ തന്നെ. രാഷ്ട്രീയർ തല്ലിടുന്ന പോലെ തന്നെ ആവും. അപ്പോൾ വേറെ തന്നെ വെച്ച് കളണം. ഒരെണ്ണം എർത്താണ്, ഒരെണ്ണം ന്യൂട്രലാണ്, ഒരെണ്ണം ഫേസ്. ഉണ്ടോ? എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ ഇത് പച്ച ടേപ്പ്, നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റണം. അതിന് ശേഷം വേണം മറ്റേ വാട്ടർ പ്രൂഫിൻ്റെ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കണേ. ഇത് കണ്ടോ, ഇതിൽ ഇത് ഓയിലല്ല, ഇത് പച്ചവെള്ളമാണ്, കുടിക്കുന്ന വെള്ളം. ഇത് നല്ല കരടൊന്നും ഇല്ലാണ്ട് നല്ല വെള്ളം ഇതിൽ ഒഴിക്കണം. കേട്ടോ? ഇത് തുറന്നിട്ട് നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന റൗണ്ട് ഒരു ഹോള് കാണാം, ആ സാധനമാണ്. അത് 8 വോൾട്ടാണ്, അത് ഊരിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് അതും ടൈറ്റ് ചെയ്യുക. ഇതിലാണ് നമ്മൾ കയറിട്ട് കിട്ടുക. അപ്പോൾ പതുക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ അവിടെ ലൂസായിരിക്കാൻ പാടില്ല. കാരണം അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ റൊട്ടേറ്റ് ചെയ്തുമ്പോൾ ഇങ്ങോട്ട് ലീക്ക് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ പിന്നെ ഇതുമ്പോൾ കയറിട്ട് കെട്ടി നമ്മൾ ഇറക്കണ സാധനം. കണ്ടോ? ഇതാണ് സക്കിങ്, ഇതിലാണ് വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഷെല്ലാക്ക് തേക്കുന്നത്. കേട്ടോ? അപ്പോൾ ടഫ്ലോൺ ടൈപ്പാണ് ഒട്ടിച്ചത്. ഈ ത്രെഡ് ഉള്ളിടത്താണ് നമ്മൾ ടഫ്ലോൺ ടൈപ്പ് ഒട്ടിക്കുക. അതിങ്ങനെ തിരിക്കും, അതിങ്ങനെ നൂല് പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പിടിക്കും. അപ്പം പിന്നെ എയറും വലിക്കില്ല, വെള്ളം വലിക്കില്ല. ഇതിപ്പോൾ ഇതിൽ വെള്ളത്തിൽ ഇടുന്ന മോട്ടറായതുകൊണ്ട്, വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇട്ടാണ് മോട്ടറായതുകൊണ്ട് ഇതിന് കുറച്ച് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉണ്ടോ, ഇതാണ് പുഷ് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് വെള്ളം അടിച്ചു വിടുന്നത്. അപ്പോൾ അവിടെ നമ്മളെ ഈ സോക്കറ്റ് ഉണ്ടല്ലോ, ഇത് ടൈറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ സ്റ്റീലിൻ്റെ മേടിക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, സ്റ്റീൽ എന്ന് വെച്ചാൽ ഇരുമ്പാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ അത് മേടിച്ചിട്ട് ഇടണം. അത് നിങ്ങൾക്ക് അറിയുന്നു വേണ്ട, പുതിയതായിട്ട് മേടിക്കുന്ന പമ്പ് സെറ്റ് മേടിക്കുന്ന കടക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവെല്ലാം പറഞ്ഞുതരും. പിന്നെ ഇലക്ട്രീഷ്യന്മാരുടെ ഒന്നും ആവശ്യമില്ല. കണ്ടോ? ഇതൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ നാട്ടിലുള്ള ഒരുത്തനുണ്ട്, അവന് കുറഞ്ഞത് 2000 ആണ്. മറ്റുള്ളവരൊക്കെ 1000 മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവന് 2000 വേണം. കാരണം അവൻ കാറിലും ബൈക്കിലൊക്കെയാണ് വരുക. കണ്ടോ? അപ്പോൾ ഇത് ഒരു കയറ് കെട്ടി അവിടെ ഇറക്കി കൊടുക്കണം. അപ്പോൾ ഒന്നും പഠിക്കാനില്ല, ആവശ്യമുള്ളവർ എന്നോട് വിളിച്ച് വെച്ചാൽ മതി. എൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം. ഞാൻ ഇലക്ട്രീഷ്യനൊന്നല്ല, ഞാൻ വെറും ഒരു കൃഷിക്കാരനാണ്. ഇതപ്പോൾ എനിക്ക് ഫിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിന്നെപ്പോലെ ഡിഗ്രിയും എൻജിനീയറിങ്ങും എന്തൊക്കെ ഒരു 10-500 ഡിഗ്രികളുണ്ട് ഈ നാട്ടിൽ, അതൊക്കെ പഠിച്ച ആളാണ് നീ. അപ്പം നിനക്കിത് ഒരു ബുദ്ധിമുട്ടില്ല അത് ചെയ്യാനായിട്ട്. പിന്നെ വേണമെന്ന് വയ്ക്കണം. പിന്നെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഒരു 1500-2000 കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ വന്ന് ഫിറ്റ് ചെയ്തോളും. ഇല്ല കണ്ട, ഇത് ഒക്കെ ഇത് വെള്ളത്തിലേക്ക് ഇട്ടാണ്. ഇത് ഈ മോട്ടറിനൊക്കെ 2 വർഷമാണ് ഗ്യാരണ്ടി. അപ്പം ഒന്നും പേടിക്കാനില്ല. ഇനി അഥവാ ശരിയായില്ല എന്നുണ്ടെങ്കിലേ നീ ഇലക്ട്രീഷ്യനോ അല്ലെങ്കിൽ ഈ കമ്പനിക്ക് വിളിച്ചു പറഞ്ഞാൽ ഒരുവരും ശരിയാക്കി തരും. അപ്പോൾ ഒരു 1500-2000 കൊടുക്കുക. ഉണ്ടോ? വെള്ളം എടുത്തു, ഇനി സുഖമായിട്ട് കുളിയും കഴിച്ച് പോവാം. കണ്ടോ?
ഇഷ്ടം പോലെയാണ്, ഹൈ പവറിലാണ് വെള്ളം വരുന്നത്. കണ്ടോ?